ഇതാണ് കറുപ്പ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞുള്ള നമ്മുടെ RJ ബാലാജി. ആള് വളരെ ഹാപ്പിയാണ്. ഇതെല്ലാം കഴിഞ്ഞ ആള് പോയി കഴിഞ്ഞു. പടത്തിന്റെ റിവ്യൂ വന്നപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും പല റിവ്യൂവേഴ്സും സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസ് പറഞ്ഞിരുന്നു. ഇതുപോലെ പല ആർട്ടിക്കിൾസിലും വന്നത് നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. പല ആർട്ടിക്കിൾസും എഴുതിയത് ഇങ്ങനെയായിരുന്നു: സൂര്യനന്റെ ക്യാരക്ടർ അത്യാവശ്യം മികച്ചതാണ്, പക്ഷേ പടത്തിന്റെ സ്ക്രീൻ പ്ലേ വളരെ വീക്കാണ്. ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. ഇതിലെ സെക്കൻഡ് ഹാഫ് മുഴുവൻ കൈവിട്ടു പോയി. കോർട്ട് ഡ്രാമയും ഫാന്റസിയും കൂടി വന്നപ്പോ അതങ്ങോട്ട് ബ്ലെൻഡ് ആയില്ല. അതായത് സീരിയസ് ആയ കോർട്ട് ഡ്രാമയും കൊമേഴ്ഷ്യൽ ഫാന്റസിയും കൂടി ചേർന്നപ്പോൾ ഒരു ബാലൻസ് കിട്ടിയില്ല. ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം ഇവരെല്ലാം എഴുതിയത് ഏകദേശം ഇങ്ങനെയാണ്. ഇങ്ങനെ പല മീഡിയസിൽ നിന്ന് നെഗറ്റീവ് വന്നാൽ സിനിമയുടെ കളക്ഷനിൽ എന്തായാലും ഒരു ഡ്രോപ്പ് വരാറുണ്ട്. നമ്മുടെ റിട്രോ സിനിമയ്ക്ക് പറ്റിയത് ഇങ്ങനെയാണ്. റിട്രോ സിനിമയ്ക്ക് നമുക്കറിയാം നല്ല ഹൈപ്പായിരുന്നു. കാരണം പല സിനിമകൾ എടുത്തിട്ടുള്ള കാർത്തിക് സുബ്രാജും സൂര്യണ്ണനും ആദ്യമായി ഒന്നിക്കുന്ന പടമായിരുന്നു. ഇത് മാത്രം മതി സിനിമയ്ക്ക് ഹൈപ്പ് കയറാൻ. അങ്ങനെ സിനിമയോട് ഒരു ഗ്ലിംസ് പുറത്തു വിട്ടു. ഇതും കൂടി ആയപ്പോൾ സിനിമയ്ക്ക് ഒരു ഓവർ ഹൈപ്പായി. ആ ഒരു തീം മ്യൂസിക്, എൻട്രി എല്ലാം വളരെ മാസായിരുന്നു. അങ്ങനെ പടം റിലീസായി. കറുപ്പ് സിനിമയുടെ പോലെ തന്നെ സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസ് വന്നിരുന്നു, പ്രത്യേകിച്ച് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ കളക്ഷൻ പതുക്കെ ഡ്രോപ്പായി. പക്ഷെ അപ്പോഴും ഏകദേശം ഒരാഴ്ച ടൈം കൊണ്ട് സിനിമ 100 കോടി കളക്ഷൻ നേടി. സിനിമ കൊമേഴ്ഷ്യലി ഹിറ്റായ ഒരു സിനിമയാണ്. പക്ഷെ കറുപ്പിന്റെ കേസ് ഡിഫറെന്റ് ആണ്. കറുപ്പ് സിനിമയ്ക്ക് പിന്നീട് കേരളത്തിലും തമിഴ്നാട്ടിലും പല പോസിറ്റീവ് റിവ്യൂസ് വന്നിരുന്നു. ഓഡിയൻസിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് വന്നിരുന്നു. ഒരു സൈഡിൽ അപ്പോഴും നെഗറ്റീവ് വരുന്നുണ്ട്, പക്ഷെ പോസിറ്റീവ് റെസ്പോൺസ് സിനിമയ്ക്കുണ്ട്. എന്തുകൊണ്ട് പോസിറ്റീവ് വരുന്നെന്നാൽ ഫാൻസുകാർക്ക് ഈ ഒരു പടം വളരെ ഇഷ്ടപ്പെട്ടു. സിനിമയിലെ BGM, മാസ് സീനുകൾ, ഇതെല്ലാം ഒരു വലിയ പെർസെന്റേജ് ഫാൻസ് ഓഡിയൻസിന് കണക്ട് ആയി. ഈ മാസ് മസാല സിനിമകൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഓഡിയൻസിനും കണക്ട് ആവില്ല. നമുക്ക് 2 തരം ഓഡിയൻസ് ഉണ്ട്. ആദ്യത്തെ ഓഡിയൻസ് ഇങ്ങനെയാണ്: സിനിമയുടെ സ്ക്രീൻ പ്ലേ, സ്റ്റോറി, ലോജിക്, അങ്ങനെ ഓവറോൾ സിനിമ നോക്കി അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ആണ്. ഇവർക്കും മാസ് മസാല സിനിമകൾ ഇഷ്ടപ്പെടുമെങ്കിലും ഇവരെ പിടിക്കുന്നത് അത്ര ഈസി ആയിരിക്കില്ല. സിനിമ നന്നായി ഇമോഷണലി കണക്ട് ആയാൽ മാത്രമേ ഈ ഒരു ഗ്രൂപ്പ് ഓഡിയൻസിനെ പിടിക്കാൻ പറ്റൂ. രണ്ടാമത്തെ ടൈപ്പ് ഓഡിയൻസ് ഇവർ ടോട്ടലി സെലിബ്രേഷൻ മോഡിൽ വരുന്നവരാണ്. ഇവർക്ക് സിനിമയുടെ ലോജിക്ക്, സ്ക്രീൻ പ്ലേ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ സിനിമയിലെ മാസ് സീനുകള്, മാസ് BGM ഇങ്ങനെയെല്ലാം കൊണ്ടും അവരെങ്ങനെയാണോ നടനെ കാണാൻ ആഗ്രഹിച്ചത് അതേ രീതിയിൽ പ്രസന്റ് ചെയ്ത് ആ ഒരു രീതിയിൽ അവരെ ഇമോഷണലി കണക്ട് ചെയ്യണം. കറുപ്പ് സിനിമ രണ്ടാമത്തെ ഓഡിയൻസിനെ ഏകദേശം പിടിച്ചിട്ടുണ്ട്. ആ ഒരു സൈഡിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആണ്. നിലവിൽ ഈ ഒരു സിനിമ 150 കോടി കളക്ഷൻ നേടി. അതായത് റിലീസായ ഏകദേശം 4 ദിവസം കൊണ്ട് 150 കോടിക്കടുത്ത് കളക്ഷൻ നേടി. നമ്മൾ റിട്രോ സിനിമയുടെ കാര്യം പറഞ്ഞിരുന്നു, അത് ഏകദേശം ഒരാഴ്ച ടൈം എടുത്താണ് 100 കോടി കളക്ഷൻ നേടിയത്. കറുപ്പ് സിനിമയ്ക്ക് ഓവർ ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. ഇതാണ് റിട്രോയുമായി കമ്പയർ ചെയ്യുമ്പോൾ കറുപ്പ് സിനിമയ്ക്ക് കിട്ടിയ അഡ്വാൻറ്റേജ്. അങ്ങനെ നിലവിൽ ഈ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്തു സിനിമ മിക്സഡ് റെസ്പോൺസ് ആണെങ്കിലും 3 ദിവസം കൊണ്ട് 100 കോടി കളക്ഷൻ നേടി. സൂര്യണ്ണന്റെ കരിയറിലെ തന്നെ ഫാസ്റ്റസ്റ്റ് 100 കോടി സിനിമയാണിത്. അങ്ങനെ ബോക്സ് ഓഫീസ് വൈസ് നോക്കിയാൽ മിക്സഡ് റെസ്പോൺസ് ആണെങ്കിലും സൂര്യണ്ണൻ ഏകദേശം കംബാക്ക് അടിച്ചു എന്നുള്ളതാണ്.